കുറെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പിന്നെ ബേബി പ്ലാനിങ് ഉണ്ടോ, എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ നിങ്ങൾ എന്തെന്നാ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയ? ഞാൻ അതിന്റെ ഒരു വേദനയും ബേജാറും കുഴക്കമൊന്നും എനിക്ക് മാറിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ. ഓക്കെ, ഈ ഒരു കണ്ടന്റ് കണ്ടപ്പോ സത്യം പറയട്ടെ, മനഃപൂർവ്വം ഇല്ലാ വചനങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി ഇവർ തന്നെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ ഒരു കുഞ്ഞ് ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതായത് വയറ്റിൽ നിന്ന് തന്നെ മരണപ്പെട്ടു. ആ ഒരു സമയത്ത് ഇവർക്ക് ഉണ്ടായ വിഷമവും സങ്കടവും ഒക്കെ നമ്മൾ കണ്ടതാ. പക്ഷെ അതുപോലും ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാശാക്കി വരാം. ഇവിടെ മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇല്ലാ വചനങ്ങൾ ആളുകൾ പറയുന്നു. എല്ലാം റബ്ബ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് പടച്ചോൻ തരും ഇനി മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പടച്ച റബ്ബിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ബേബി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന